CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഹോട്ട് ന്യൂസിലേക്ക് സ്വാഗതം. സ്ഥാനമൊഴിഞ്ഞ കർദിനാൾ ജോർജ് ആലഞ്ചേരിയുടെ പിൻഗാമിയായി സീറോ മലബാർ സഭയുടെ പുതിയ മേജർ ആർച്ച് ബിഷപ്പായി ശംഷാബാദ് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലിനെ തിരഞ്ഞെടുത്തു. സഭാസ്ഥാനമായ കാക്കനാട് സെന്റ് തോമസ് മൗണ്ടിൽ നടന്ന സിനഡ് യോഗത്തിലാണ് പുതിയ മേജർ ആർച്ച് ബിഷപ്പിനെ തെരഞ്ഞെടുത്തത്. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കേച്ചേരി മേഖലാ സമ്മേളനത്തിനോടനുബന്ധിച്ചുള്ള പ്രതിനിധി സമ്മേളനം നടന്നു. KCCL ചെയർമാൻ K. ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. ചാവക്കാട് ഒരുമനയൂർ ദേശീയപാത ഒറ്റത്തെങ്ങിൽ ടോറസ് ലോറി പോസ്റ്റിൽ ഇടിച്ച് അപകടം, ആർക്കും പരിക്കില്ല. ചാവക്കാട് ഭാഗത്തു നിന്നും വരികയായിരുന്ന ടോറസ് ലോറി റോഡരികിലെ വൈദ്യുത പോസ്റ്റിൽ ഇടിക്കുകയായിരുന്നു. നിർധന രോഗികൾക്ക് ആശ്വാസവും കരുതലുമായി ഗുരുവായൂർ ദേവസ്വം ശ്രീ സത്യസായി ഓർഫണേജ് ട്രസ്റ്റ് കേരളയുടെ സഹകരണത്തോടെ തുടങ്ങിയ നവജീവനം സൗജന്യ ഡയാലിസിസ് കേന്ദ്രത്തിന്റെ 1ാം വാർഷികം വ്യാഴാഴ്ച ആഘോഷിക്കും. ഒഴിവുവേളകൾ വിനോദത്തിനും വിജ്ഞാനത്തിനും ഉപയോഗപ്പെടുത്തി കുട്ടികളുടെ വൈവിധ്യമാർന്ന കഴിവുകൾ കണ്ടെത്തുന്നതിനും പരിപോഷിപ്പിക്കുന്നതിനും വേണ്ടി പാലപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഫ്രൈഡേ FM റേഡിയോയ്ക്ക് തുടക്കമായി. തലക്കൂട്ടുകര വിദ്യ എഞ്ചിനീയറിംഗ് കോളേജിൽ ഡിപ്ലോമ വിദ്യാർത്ഥികൾക്കായി കോൺക്രീറ്റ് മിക്സ് ഡിസൈൻ ശില്പശാല സംഘടിപ്പിച്ചു. ചരിത്രമുറങ്ങുന്ന കുന്നംകുളത്തിന്റെ പൈതൃക വിശേഷങ്ങൾ നേരിൽ കണ്ടറിയുന്നതിനായി ചരിത്രാന്വേഷികളെയും വിനോദസഞ്ചാരികളെയും പൈതൃക സംരക്ഷകരെയും വിദ്യാർത്ഥികളെയും ഉൾപ്പെടുത്തിയുള്ള ഹെറിറ്റേജ് വാക്ക് സംഘടിപ്പിച്ചു. സെക്രട്ടേറിയറ്റ് മാർച്ചുമായി ബന്ധപ്പെട്ട കേസിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തലിനെ വീട്ടിൽ കയറി പോലീസ് അറസ്റ്റ് ചെയ്ത നടപടിയിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വിവിധയിടങ്ങളിൽ പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തി. കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് യുവാവ് സുമനസ്സുകളുടെ സഹായം തേടുന്നു. തോളൂർ ഗ്രാമപഞ്ചായത്തിലെ പോന്നൂർ പട്ടികജാതി കോളനിയിൽ താമസിക്കുന്ന കാക്കശ്ശേരി സുനീഷാണ് കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്കായി സഹായം തേടുന്നത്. ഗാനഗന്ധർവന് ഇന്ന് 84ാം പിറന്നാൾ. സ്വരമാധുരി കൊണ്ട് ലോകസംഗീതത്തിൽ തന്നെ അന്നും ഇന്നും എന്നും തിളങ്ങി നിൽക്കുന്ന അപൂർവ പ്രതിഭയാണ് സംഗീതമാന്ത്രികൻ KJ യേശുദാസ്. കൂനമുച്ചി സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ഇടവക ശതാബ്ദിയോടനുബന്ധിച്ച് സ്റ്റാമ്പ് പുറത്തിറക്കി. ദേവാലയത്തിന്റെ 100ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി ആഘോഷ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് ശതാബ്ദി സ്റ്റാമ്പ് പുറത്തിറക്കിയത്. കടവല്ലൂർ പഞ്ചായത്തിലെ ഒറ്റപ്പിലാവ് മുട്ടിപ്പാലം തടയണ പുനർനിർമ്മാണം ഉടൻ നടപ്പാക്കണമെന്ന് കർഷകർ. മേഖലയിലെ 400 ഏക്കറോളം കൃഷി നിലനിർത്താൻ നിലവിലുള്ള ജലസംഭരണ സംവിധാനങ്ങൾ പോരാതെ വന്നതോടെയാണ് ആവശ്യം ശക്തമായത്. ഗുരുവായൂർ തൈക്കാട് ബൈക്ക് തെന്നി വീണ് യുവാവിന് പരിക്കേറ്റു. ഗുരുവായൂർ പുഷ്പകത്ത് യദുകൃഷ്ണനാണ് പരിക്കേറ്റത്. അഭിഭാഷകനെതിരെ അപമര്യാദയായി പെരുമാറുകയും കള്ളക്കേസുകൾ എടുക്കുകയും ചെയ്ത ആലത്തൂർ SIക്കെതിരെ ശക്തമായ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് ചാവക്കാട് ബാർ അസോസിയേഷൻ പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചു. വാഗ മാലതി UP സ്കൂളിൽ 1ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ സംയുക്ത ഡയറി പ്രകാശനം ചെയ്തു. സ്കൂൾ PTA പ്രസിഡന്റ് EO സോജൻ ഡയറക്ടറുടെ പ്രകാശനം നിർവഹിച്ചു. പഞ്ചാബിലെ ലുധിയാനയിൽ നടക്കുന്ന 67ാമത് നാഷണൽ സ്കൂൾ കരാത്തെ ചാമ്പ്യൻഷിപ്പിൽ 40 kg വിഭാഗത്തിൽ കേരളത്തിനു വേണ്ടി MA ആഷിഫ വെങ്കലം കരസ്ഥമാക്കി. കടവല്ലൂർ കിനോജി റിയു ഇന്ത്യ കരാത്തെ സ്കൂളിലെ സെൻസൈ സുനിലിന്റെ കീഴിലാണ് ആഷിഫ പരിശീലനം നടത്തുന്നത്. CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ CCTV ഹോട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, യൂട്യൂബ് ചാനൽ, ഫേസ്ബുക്ക് പേജ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv.online.tv സന്ദർശിക്കുക. നമസ്കാരം.